മലപ്പുറത്ത് നിന്ന് മുജിത്തബ ചേരുന്നു. മുജിത്തബ, മലപ്പുറത്തെ അവസ്ഥ എന്താണ്? പൊതുവെ പോളിംഗ് ശതമാനം കുറവാണ് മലപ്പുറത്ത് രേഖപ്പെടുത്താറ്. ഉച്ചയ്ക്ക് മുമ്പ് എത്രത്തോളം പേർ വോട്ട് രേഖപ്പെടുത്തി? അഷ്റഫ്, അല്പസമയം മുമ്പ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന 1.5 വരെ ലഭിക്കുന്ന കണക്ക് പ്രകാരം 41% പേർ മലപ്പുറത്ത് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. പൊതുവെ രാവിലെ മുതൽ ഇന്നലെ മലപ്പുറത്ത് കനത്ത മഴയുണ്ടായിരുന്നു. രാത്രി മുഴുവൻ പുലർച്ചെ വരെ തുടർന്ന മഴ കാരണം പല സ്ഥലങ്ങളിലും രാവിലെ 1 മണിക്കൂറോളം വരുന്ന സമയങ്ങളിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലാവുന്ന ഒരവസ്ഥയുണ്ടായി. മോക്ക് പോളിംഗ് ഉൾപ്പെടെ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിനുശേഷമാണ് കൃത്യമായി 8 മണി മുതൽ വോട്ടിംഗ് യന്ത്രങ്ങളിലൊക്കെ തകരാറുകൾ പരിഹരിച്ച് കൃത്യമായ നിലയിലേക്ക് വോട്ടിംഗ് പുരോഗമിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. എന്തായാലും ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണ്. മറ്റു അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ മലപ്പുറം മണ്ഡലത്തിൽ വിവിധ ഭാഗങ്ങളിൽ, ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള തകരാറുകൾ പരിഹരിച്ചു. എന്തായാലും വോട്ടിങ്ങിൻ്റെ ഒരു ശരാശരി കണക്കുകൾ പരിശോധിക്കുമ്പോൾ നിലവിൽ 41%-ലധികം വോട്ട് രേഖപ്പെടുത്തിയതായി കാണുന്നു. അതോടൊപ്പം തന്നെ അസംബ്ലി മണ്ഡലം കണക്കുകൾ പരിശോധിക്കുന്ന ഒരു സാഹചര്യത്തിൽ മങ്കട മണ്ഡലമാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. 40% അസംബ്ലി മണ്ഡലത്തിലെ കണക്ക് മാത്രം മങ്കടയിൽ നിന്ന് രേഖപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ തവണ മങ്കടയിൽ അസംബ്ലി മണ്ഡലത്തിൻ്റെ കണക്ക് പ്രകാരം ഇടതുപക്ഷം വളരെ വലിയ മുന്നേറ്റം നടത്തുകയും വളരെ നേരിയ ഭൂരിപക്ഷത്തിന് മാത്രം UDF വിജയിക്കുന്ന ഒരു മണ്ഡലമാണ് മങ്കട എന്ന് പറയുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ വിവിധ ഭാഗങ്ങളിൽ UDFിൻ്റെ സിറ്റിംഗ് മണ്ഡലങ്ങളായ പല ഭാഗങ്ങളിലും UDFും വളരെ മുന്നേറ്റം നടത്തുന്നുണ്ട്. പൊതുവെ രാവിലെ മുതൽ തന്നെ UDF നേതാക്കൾ പറയുന്നത് മലപ്പുറം മണ്ഡലത്തിൽ പൊതുവെ സ്ഥിതിഗതികൾ UDFിന് അനുകൂലമാണ്. പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടന്ന വളരെ വലിയ ലീഡ് അവർക്ക് മുന്നിലുണ്ട്. അതൊക്കെ തന്നെ UDFിന് വളരെ ഗുണകരമായി ഭവിക്കുമെന്നാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ PK കുഞ്ഞാലിക്കുട്ടി രാവിലെ പാണക്കാട് CKMM ALP സ്കൂളിൽ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾക്കും അതോടൊപ്പം തന്നെ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കും ഒപ്പം എത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ET മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിൻ്റെ വസതിയായ വാഴക്കാടിലെ മപ്രം LP സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ പൊന്നാനിയിൽ UDF സ്ഥാനാർത്ഥി മലപ്പുറം ജില്ലയിലെ അതായത് വയനാട് മണ്ഡലത്തിൽപ്പെടുന്ന എടവണ്ണയിലെ ഒതായിലെ മദ്രസയിലെത്തി അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തി. സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ പെരിന്തൽമണ്ണയിലും വോട്ട് രേഖപ്പെടുത്തി. അങ്ങനെ വിവിധങ്ങളായ ജില്ലയിലെ പ്രമുഖരായ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ വിവിധ ഭാഗങ്ങളിൽ വോട്ട് രേഖപ്പെടുത്തി വരുന്നു. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം സെൻറ്റ് ജമ്മാസിലെ ഒരു സ്ത്രീ സൗഹൃദ പോളിംഗ് ബൂത്തിലാണ്. ഇവിടെ കാര്യങ്ങൾ വളരെ സുഗമമായി പോകുന്നതിനിടെ ചില സാങ്കേതിക തകരാറുകൾ രാവിലെ മുതൽ ഉദ്യോഗസ്ഥർ അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് റൂമിനകത്ത് ഈ വൈദ്യുതി ഇല്ലാത്തത്, പല സമയത്തും ജനറേറ്റർ പ്രവർത്തിക്കാത്തൊരവസ്ഥ. ഈ വോട്ടിങ്ങിൻ്റെ പേപ്പറുകൾ ഉൾപ്പെടെ, ഈ മെറ്റീരിയലുകൾ ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ സൂക്ഷ്മ പരിശോധന നടത്തുന്നത് ടോർച്ചും മൊബൈലൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്. അങ്ങനെയുള്ള